ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നലത്തേക്ക് വായിച്ചു വെക്കോ പറഞ്ഞ? വായിച്ചു. മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട് മാം. മനസ്സിലായി അല്ലേ? ഓക്കെ. അപ്പൊ അത് പറയണ്ടല്ലോ, ഒന്നുകൂടെ റിപ്പീറ്റ് പറയണോ? നമുക്ക് അടുത്തതിലോട്ട് കിടക്കാലോ. മനസ്സിലായി മാം. മനസ്സിലായി അല്ലേ? അപ്പൊ നമുക്കേ അതായത് നമ്മൾ ഇന്നലെ മെഡിക്കൽ എക്സാമിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മള് പേഷ്യന്റ് ഡോക്ടറെ അടുത്ത് വരുമ്പോ എന്താണ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും അല്ലെ. അതായത് GP എത്രയാണ് പേഷ്യന്റിന്റെ, അതുപോലെ തന്നെ എന്താ പൾസ് റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എല്ലാവരും നമ്മൾ നോക്കാറുണ്ട്. ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ നോക്കാറുണ്ട്. അപ്പോ അതെന്തൊക്കെയാണ്, എത്രയാണ് അതിന്റെ ആ ഒരു ഇത് വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഇങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് അറിയാമോ? ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ്ങിന്റെ നോർമൽ ബ്ലഡ് പ്രഷർ അപർണയ്ക്ക് അറിയാമോ? 120/80 mmHg ആണ്. ഒന്ന് എഴുതെടുത്തോളൂ കേട്ടോ മാളിതൊക്കെ. നോർമൽ ബ്ലഡ് പ്രഷർ എഴുതാ കേട്ടോ. നോർമൽ ബ്ലഡ് പ്രഷർ 120/80 mmHg. 80 mmHg. ഒന്നുകൂടി പറയോ? 120 120 120/80 80 mmHg. അതായത് ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത്, ഈ 120 അതുപോലെ 80, ഈ രണ്ട് റേറ്റ് പറയുന്നുണ്ടല്ലോ. അതിനകത്ത് ഈ 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആണ് കേട്ടോ. അതായത് നോർമൽ ആയിട്ട് ഒരാളുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mmHg ആണ്. അതിനകത്ത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആണ് 120 കേട്ടോ. ഓക്കെ, അതൊന്ന് എഴുതിക്കോളൂ കേട്ടോ. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആണ് 120. എന്താ? SIS നല്ലേ? SYSTOLIC, സിസ്റ്റോളിക്. ഓക്കെ, ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കേട്ടോ 120. ഇനി ഡയസ്റ്റോളിക് കേട്ടോ. ഡയസ്റ്റോളിക് DIASTOLIC, ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആണ് 80 കേട്ടോ. 80 mmHg. അപ്പൊ അതാണ് ഈ ഒരു 120/80 mmHg എന്ന് പറയുന്നത്. രണ്ടിനെയും കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ പറയാം കേട്ടോ. സിസ്റ്റോളിക്കും ഉണ്ട്, ഡയസ്റ്റോളിക്കും ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ന്യൂലി ബോൺ ബേബി, അതായത് നവജാത ശിശുക്കളിലാണെങ്കിൽ, അതായത് ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളിലാണെങ്കിൽ അവരുടെ ഒരു ബ്ലഡ് പ്രഷർ വരിക 95/55 mmHg ആണ് കേട്ടോ. അതൊന്ന് എഴുതിക്കോളൂ. ന്യൂലി ബോൺ ബേബി 95/55 mmHg. 95/55 mmHg. ഇനി ഓൾഡ് ഏജ്, അതായത് വയസ്സായിട്ടുള്ള ആൾക്കാരില്ലേ, കുറച്ചും കൂടി എന്താ അതായത് വാർദ്ധക്യം ഇതായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ ഒരു ബ്ലഡ് പ്രഷർ വരുന്നത് 150/90 mmHg ആണ് കേട്ടോ. 150/90 mmHg. ഓക്കെ, എഴുതുന്നുണ്ടോ പറഞ്ഞ?
ഇനി ഹൈ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ എത്രയാ വരുന്നത്? അതായത് ഭയങ്കരമായിട്ട് നമ്മൾ പറയില്ലേ, ഇപ്പൊ എന്താ പ്രഷർ അടിച്ച് വീണെന്നൊക്കെ പറയില്ലേ നമ്മള്, പ്രഷർ കാരണം കുഴഞ്ഞു വീണെന്നൊക്കെ പറയുമല്ലോ. അങ്ങനെയൊക്കെയുള്ള ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഹൈ ആണ് കേട്ടോ. ഹൈ എന്ന് പറയുന്ന ബ്ലഡ് പ്രഷർ ആണെങ്കിൽ അത് 140/90 mmHg ആണ് കേട്ടോ. 140/90 mmHg ആണ് ഹൈ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വരുന്നത് വെരി ഹൈ ആണ് കേട്ടോ. വെരി ഹൈ, അതായത് നമ്മൾ ഇപ്പൊ നമ്മൾ അറിയാറില്ലേ, ഇപ്പൊ എന്താ പ്രഷർ കാരണം മരിച്ചു എന്നൊക്കെ പറയാറില്ലേ, നമ്മൾ കേൾക്കാറില്ലേ, പ്രഷർ അടിച്ച് മരിച്ചു പോയെന്നൊക്കെ കേൾക്കാറില്ലേ നമ്മള്. അതെന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആണ്. അവരുടെ ഒരു റേറ്റ് നിൽക്കുന്നത് 150, അതായത് 150/95 mmHg കേട്ടോ. വെരി ഹൈ ആണ് 150/95 mmHg. ഓക്കെ, ഇനി അടുത്തത് ഓക്സിജൻ ലെവല്. ഒരു സാധാരണ മനുഷ്യന്റെ ഓക്സിജൻ ലെവല് വരുന്നത് 94 ആണ് കേട്ടോ. ഓക്സിജൻ ലെവല് 94 ആണ്. ഓക്കെ, ഓക്സിജൻ ലെവല് 94 ആണ്. ബോഡി ടെമ്പറേച്ചർ എത്രയാ വരുന്നേ? അതായത് 37 ഡിഗ്രി സെൽഷ്യസ് ആ വരുന്നത് കേട്ടോ. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോഡി ടെമ്പറേച്ചർ വരുന്നത്. ഇനി നോർമൽ പൾസ് റേറ്റ് വരുന്നത് 72 പെർ മിനിറ്റ് കേട്ടോ. അതായത് ഒരു മിനിറ്റില് 72 ടൈംസ് ആണ് നമ്മുടെ ഹൃദയം മിടിക്കുന്നത് കേട്ടോ. അപ്പൊ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്, അപ്പൊ നോർമൽ പൾസ് റേറ്റ് 72/മിനിറ്റ് കേട്ടോ. ഇനി ഗ്ലൂക്കോസ് ലെവല്, നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് അല്ലെ, ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് 70 to 110 മില്ലിഗ്രാം ആണ്. അതായത് 70 തുടങ്ങി 110 വരെ കേട്ടോ. 70 തുടങ്ങി 110 വരെയാണ് ഗ്ലൂക്കോസ് ലെവല്. ഇനി കൊളസ്ട്രോൾ ആണെങ്കിൽ അപ് ടു 200, 200-ന് മുകളിലാണ് കൊളസ്ട്രോൾ വരികയെങ്കിലാണ് അത് ഡേഞ്ചർ ആവുന്നത് കേട്ടോ. കുറച്ചുകൂടി പ്രശ്നം കേട്ടോ. അപ് ടു 200. ഇനി ഹീമോഗ്ലോബിൻ മെയില്, അതായത് പുരുഷന്മാരിലാണെങ്കിൽ 15% ആണ് ആവറേജ് കേട്ടോ. ഹീമോഗ്ലോബിന്റെ അളവ് പുരുഷന്മാരിലാണെങ്കിൽ 15% ആവറേജ്. ഇനി ഫീമെയിലാണെങ്കിൽ 13% ആണ് ആവറേജ് ആയിട്ട്. ഫീമെയിൽ ആണെങ്കിൽ 30%, 13% കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, നമുക്ക് സ്ലൈഡിലോട്ട് വരാം. അപ്പൊ നമ്മൾ ഇന്നലെ മെഡിക്കൽ എക്സാമിനേഷൻ പറഞ്ഞു അല്ലെ. ഡോക്ടർ വന്നിട്ട് ഡോക്ടർ നമ്മളെ പരിശോധിക്കുന്നു, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നു. ആവശ്യമെങ്കിൽ എക്സ്റേയോ ലാബ് ടെസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഓക്കെ, പിന്നെ എന്താണ്, ആ ഒരു അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫ് നമ്മൾ ഒരു അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമ്മളെ ഒരു അക്കോമഡേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ട്രാൻസ്പോർട്ടിംഗ് എന്ന് കേട്ടോ. അതായത് OPD-യിൽ നിന്ന് IPD-യിലേക്കുള്ള ട്രാൻസ്പോർട്ടിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പേഷ്യന്റിനെ കിടത്താനായിട്ട് നമ്മൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുമല്ലോ. അപ്പൊ ആ പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ക്ലൈൻസ് who are not very ill and are able to walk are accompanied to ward by a nurse or attendant. അതായത് ഇപ്പൊ ക്ലൈൻസിന് നടക്കാൻ പറ്റുന്നില്ല, അവര് ഭയങ്കരമായിട്ട് അതായത് അവർക്ക് നടക്കാനൊന്നും പറ്റില്ല, കുറച്ചുകൂടി അവരുടെ ഡിസീസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ അവരെ കൊണ്ടുപോകുന്നത് അറ്റൻഡർ ആയിരിക്കും. ഓക്കെ, അവരെ കൊണ്ടുപോകുന്നത്, അവരുടെ കൂടെ പോകുന്നത് അറ്റൻഡർമാരായിരിക്കും. അവരെ സഹായിച്ചുകൊണ്ട് അവർക്ക് തനിയെ നടക്കാൻ സാധിച്ചില്ലെങ്കിൽ കേട്ടോ. ഇല്ല, ഓക്കെ, പറഞ്ഞ മിസ്റ്റേക്ക് പറ്റിയിട്ടോ. അതായത് ഇതിനകത്ത് പറയുന്നത്, അതായത് അധികം പ്രശ്നമില്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേക്ക്? ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അതായത് ഇപ്പോ അധികം പ്രശ്നമില്ലാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അധികം അവരുടെ കൂടെ മാത്രം നമ്മൾ പോയാൽ മതി. ജസ്റ്റ് ഇപ്പൊ നമ്മളാണെങ്കിലും എന്തെങ്കിലും ഡിസീസ് വന്ന ഹോസ്പിറ്റലിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് നടക്കാനൊക്കെ പറ്റും, പ്രശ്നമൊന്നും ഇല്ലെങ്കിലാണെങ്കിൽ അവര് ജസ്റ്റ് നമ്മുടെ
കൂടെ മാത്രം വരുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, വീൽ ചെയർ ഷുഡ് ബി അവൈലബിൾ ഫോർ ദോസ് ഹു ആർ സിക്ക്, വീക്ക്, നോട്ട് ഏബിൾ ടു വാക്ക്. ഇനി എന്താണ്, വീൽ ചെയർ ആവശ്യമുള്ള ചില രോഗികളുണ്ട്. അതായത് അവർക്ക് എന്താണ്, നേരാവണ്ണം നടക്കാനായിട്ട് സാധിക്കില്ല, അവര് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കുള്ളൂ, അവരെന്താണ്, അവരുടെ ബോഡി എന്ന് പറയുന്നത് ഭയങ്കര വീക്ക് ആയിരിക്കുള്ളൂ, അവർക്ക് തന്നെ നടക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത് വീൽ ചെയറിന്റെ സഹായത്തോടുകൂടിയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ്, clients who are brought to hospital on ambulance should be carried to their respective wards on stretchers. ഇനി എന്താണ്, ചില പേഷ്യൻസിനെ കൊണ്ടുവരുന്നത് ആംബുലൻസിലായിരിക്കും, അവരെ നമ്മൾ അഡ്മിഷൻ അല്ലെങ്കിൽ അഡ്മിറ്റ് വാർഡിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്, സ്ട്രെച്ചേഴ്സ് വഴിയാണ് അവര് നമ്മളെ കൊണ്ടുപോകുന്നത്. ആംബുലൻസിൽ നിന്ന് ഇറക്കുന്ന രോഗിയെ നമ്മൾ എപ്പോഴും കൊണ്ടുപോവുക സ്ട്രെച്ചേഴ്സിലൂടെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയാണത് ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് കേട്ടോ. ആദ്യത്തെ ഞാൻ പറഞ്ഞു, അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ അവരെന്താണ്, അവരെ വാർഡ് ബോയ്സ് ആണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അവരുടെ കൂടെ വെറുതെ ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത്, കുറച്ചും കൂടി സിക്ക് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ വീൽ ചെയറിലാണ്. മൂന്നാമത്തത്, ആംബുലൻസിൽ നിന്ന് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, അവരെ സ്ട്രെച്ചേഴ്സ് വഴിയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണോ? മനസ്സിലായി അല്ലേ? ഇനി ഫിഫ്ത് പോയിന്റ് എന്ന് പറയുന്നത്, റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ. അതായത് പേഷ്യന്റിനെ വാർഡ് സിസ്റ്റർ റിസീവ് ചെയ്യാണ്. ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടിംഗ് സംവിധാനത്തിലൂടെ നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുചെല്ലുള്ളൂ. ഇനി അവിടെ നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുചെന്നാലോ, അവിടെ നമ്മളെ റിസീവ് ചെയ്യുന്നത് ആ വാർഡിലെ മെയിൻ ആയിട്ടുള്ള ഒരു സിസ്റ്റർ ആയിരിക്കും. ഓക്കെ, ഇനി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ നേഴ്സ്. ഇനി നമ്മൾ ആ ഒരു വാർഡിൽ ചെല്ലുകയാണ്. ഇനി അടുത്ത ജോലി എന്ന് പറയുന്നത് എന്താണ്, ആ നേഴ്സ്, അവിടെ ഉള്ള നേഴ്സിന്റെ ജോലിയാണ് അല്ലെ. എങ്ങനെയാണ് നേഴ്സിന്റെ കടമകൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് അവിടെ വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിപ്പയർ റൂം ആണ്. പ്രിപ്പയർ എ ക്ലീൻ ആൻഡ് നീറ്റ് അഡ്മിഷൻ റൂം വിത്ത് ഓൾ അനസസറി ഐറ്റംസ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ പേഷ്യന്റ്. അതായത് വളരെ ക്ലീൻ ആയിട്ടും അതുപോലെ തന്നെ നീറ്റ് ആയിട്ടുള്ള ഒരു റൂം ആയിരിക്കണം രോഗിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടത് കേട്ടോ. അതായത് പേഷ്യൻസിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് വേണം എന്താണ് പേഷ്യന്റിന് അവിടെ റൂം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ പലതരത്തിലുള്ള പേഷ്യൻസ് ആയിരിക്കും വരുന്നത്. ഒരു പേഷ്യൻസിന് ഉണ്ടായിരിക്കുന്ന അസുഖമായിരിക്കില്ല മറ്റൊരു പേഷ്യൻസിന് ഉണ്ടാവുന്നത്. പേഷ്യൻസിന്റെ എന്താ പറയാ ആവശ്യങ്ങൾ, നീഡ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവാം. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യണം, അതനുസരിച്ചിട്ടായിരിക്കണം നമ്മള് റൂം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പ്രിപ്പയർ ആൻഡ് അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് ബെഡ് വിത്ത് ആഡിക്വേറ്റ് അഡ്ജസ്റ്റഡ് ഹൈറ്റ് ഓഫ് ദ ബെഡ്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് എന്താണ്, അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് നല്ല രീതി, അതിപ്പോ നമ്മളെ ബെഡുകള് രോഗികൾക്ക് അനുസരിച്ചിട്ട് ക്രമീകരിക്കണം. ഇപ്പൊ അപർണ കണ്ടിട്ടുണ്ടാവില്ലേ, മൂവീസിലാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി കാണാൻ സാധിക്കും. പേഷ്യന്റിന്റെ കംഫർട്ടബിൾ അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ബെഡ് ക്രമീകരിക്കുക അല്ലെ. പേഷ്യന്റ് ചാരി ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ചാരി ഇരിക്കാം, അതിന് വേണ്ടി അറേഞ്ച്മെന്റ് ഉണ്ട്. ഇനി കിടക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് റൈസ് ഉയർത്തണമെങ്കിൽ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ബെഡിനെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ നല്ല രീതിയിൽ നീറ്റ് ആയിട്ടുള്ള റൂം പേഷ്യന്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ബെഡ് പേഷ്യന്റിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മള് ബെഡ് ക്രമീകരിക്കണം. അതാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ സെൽഫ് ആണ്. അതായത് നഴ്സ് സ്വയം പരിചയപ്പെടുത്തണം അല്ലെ. അതായത് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ നഴ്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോ ഐഡന്റിഫൈ സെൽഫ്, സ്വയം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോ വെൽക്കം പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് വാം അപ്രോച്ച്. ഇപ്പൊ പേഷ്യന്റിനെ ആയാലും അവരുടെ ഫാമിലിയെ ആയാലും അവര് വാർഡിലേക്ക് വരുമ്പോഴെന്താണ്, നല്ല രീതിയിലുള്ള ഒരു അപ്രോച്ചോട്ട് കൂടി വേണം എന്ത് ചെയ്യാൻ, നമ്മൾ അവരെ വെൽക്കം ചെയ്യാം. ഓക്കെ, second point, make the patient comfortable in bed and provide him with the hospital clothes and ensure adequate privacy. അതായത് പേഷ്യന്റിനെ എപ്പോഴും നമ്മൾ കംഫർട്ടബിൾ ആക്കണം അല്ലെ. ബെഡിൽ എപ്പോഴും നമ്മൾ പേഷ്യന്റിനെ കംഫർട്ടബിൾ ആക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ പ്രൈവസി നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കണം. അതായത് മറ്റൊരാൾ എന്ത് ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിന്റെ പ്രൈവസിയിലോട്ട്. ഇപ്പൊ വാർഡിലാണ് കിടക്കുന്നതെങ്കിൽ ധാരാളം ആളുകളോടെ കിടക്കുന്നുണ്ടാവും അല്ലെ.
അപ്പൊ നമുക്ക് വേണ്ട രീതിയിലുള്ള പ്രൈവസി കിട്ടില്ല എന്ന് വിചാരിക്കും. എന്ത് ചെയ്യും നമ്മൾ? ചിലപ്പോൾ നമ്മൾ പ്രതിയിലേക്കോ അല്ലെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും സംവിധാനത്തിലേക്കോ എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യാണ് ഉണ്ടാവുക അല്ലെ? അപ്പോ പ്രൈവസിയെ ബാധിക്കാത്ത രീതിയിൽ പേഷ്യന്റിനെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് അവിടെ കിടത്തിയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ലെസ് ആൻസൈറ്റി ഫിയർ എന്നാണ് കേട്ടോ. അതായത് എന്താ പറയാ, പേഷ്യന്റിന്റെ പേടി കുറയ്ക്കുക. പേഷ്യന്റ് ഇപ്പൊ ആൻസൈറ്റി അതുപോലെ തന്നെ ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഭയങ്കര, കാരണം പേഷ്യന്റ് അവിടെ വരുന്നത് എന്താണ്? അസുഖം ബാധിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ കാര്യത്തിലൊക്കെ എന്താണ്? പേഷ്യന്റ് ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊന്ന് കുറയ്ക്കണം. അതൊന്ന് കുറയ്ക്കാനായിട്ട് നഴ്സ് ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം നഴ്സ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാല് റൂം പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തത് ഐഡന്റിഫൈ സെൽഫ്, അതായത് സ്വയം പരിചയപ്പെടുത്തുക, മറ്റുള്ളവരെ വെൽക്കം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കംഫർട്ടബിൾ ആക്കുക. മൂന്നാമത്തത് പേടി കുറയ്ക്കുക എന്നുള്ളതാണ് ആ ഒരു പോയിന്റിൽ വരുന്നത്. ഇനി ഓറിയന്റ് പേഷ്യന്റ്, അതായത് നമ്മൾ പേഷ്യന്റിന് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒരു പേഷ്യന്റ് ഒരു വാർഡിലേക്ക് വന്നു കഴിഞ്ഞാല് അവരോട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. എന്തൊക്കെയാണ്? അതായത് ഒരു പുതിയ സ്ഥലത്തേക്കാണ് വരുന്നത്, വീട് വിട്ട് പുതിയൊരു സ്ഥലത്തേക്കാണ് വരുന്നത്. അപ്പൊ ധാരാളം കാര്യങ്ങൾ എന്തുണ്ടാവും? പറയാനായിട്ടുണ്ടാകും. രോഗിക്ക് അവയർനെസ് കൊടുക്കാനൊക്കെ ഉണ്ടാകും. അപ്പോ അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് നഴ്സ് സ്റ്റേഷൻ. അതായത് ഈ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോൾ ചിലപ്പോൾ ഇപ്പൊ ബൈസ്റ്റാൻഡർ ഒക്കെ ഇല്ലാത്ത പേഷ്യന്റ് ആണെങ്കിൽ ഇടയ്ക്ക് നഴ്സുമാരെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോ എന്തായാലും നഴ്സുമാരുടെ സ്റ്റേഷൻ എവിടെയാണെന്ന് ഈ ഒരു പേഷ്യന്റിനെ നമ്മൾ അവെയർ ചെയ്ത് കൊടുക്കണം. അതായത് ഇന്ന സ്ഥലത്താണ് നഴ്സ് സ്റ്റേഷൻ എന്ന് നമ്മൾ എന്തായാലും പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ആവശ്യം കൊണ്ട് എന്താണ് ഈ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നഴ്സിനെ വിളിക്കണമല്ലോ. അപ്പൊ എവിടെയാണ് നഴ്സിംഗ് സ്റ്റേഷൻ എന്ന് അവരോട് പറഞ്ഞു കൊടുത്തിരിക്കണം. റൂം ബൗണ്ടറീസ് രണ്ടാമത്തേത്, അതായത് ഇപ്പൊ റൂമുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഇന്ന ബെഡിന്റെ എന്താണ് ഒരു ഏരിയ ഒക്കെ ഉണ്ടാകും വാർഡിലൊക്കെ ആണെങ്കിൽ. അപ്പൊ അത് വിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മള് അപ്പുറത്തെ ഒരു ആളിലോട്ട് എന്ത് ചെയ്യാൻ പാടില്ല? എത്തി നോക്കാനായിട്ട് പാടില്ല. ഇപ്പൊ പല പേഷ്യൻസിന് ഇപ്പൊ ഒരാളുടെ റൂമിൽ നമ്മൾ സ്വകാര്യമായിട്ട് വിളിച്ചു നോക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. നമ്മൾക്ക് ഒരു റൂം അനുവദിച്ചു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ബെഡ് അനുവദിച്ചു തന്നിട്ടുണ്ട്. അതിനുള്ളിലായിരിക്കണം നമ്മളുടെ സ്പേസ് എപ്പോഴും. പുറത്തോട്ട് എന്ത് ചെയ്യാൻ പാടില്ല? പോകാനായിട്ട് പാടില്ല. നമുക്കൊരു ബൗണ്ടറി ഉണ്ട്, അതിനകത്ത് തന്നെ നിൽക്കാൻ ഡിസ്ചാർജ് ആയി പോകുന്നവരെ. ഇനി ക്ലോത്ത് സ്റ്റോറേജ്, അതായത് നമ്മുടെ ഡ്രസ്സുകളും മറ്റും സൂക്ഷിക്കാനായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു റൂമാണ് ക്ലോത്ത് സ്റ്റോറേജ് എന്ന് പറയുന്നത്. കോൾ ലൈറ്റ് എന്ന് പറഞ്ഞാല് അലേർട്ടിംഗ് ഡിവൈസ് ആണ്. അവരുടെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ബൈസ്റ്റാൻഡർ ഇല്ലാത്ത കേസിലാണെങ്കിൽ ബെഡിന്റെ അടുത്തായിട്ട് എന്ത് ചെയ്യും? ഒരു അലാറം പോലൊരു സംഭവം ഉണ്ടാകും. എന്തെങ്കിലും ഒരു എമർജൻസിയോ കാര്യങ്ങളോ വന്നാല് അത് പ്രസ് ചെയ്താല് നഴ്സിംഗ് സ്റ്റേഷനിലുള്ള നഴ്സ് ഉടനെ തന്നെ ഇവിടെ വരും, പേഷ്യന്റ് അടുത്ത് വരും. കണ്ടിട്ടുണ്ടോ? അതാണ് കോൾ ലൈറ്റ് കേട്ടോ. ഇനി ബെഡ് കൺട്രോൾസ്. അപ്പൊ പേഷ്യന്റ് വരുമ്പോൾ പേഷ്യന്റിനോട് പറഞ്ഞു കൊടുക്കണത് ഇങ്ങനെയുള്ള സംവിധാനം ഉണ്ട്, കോൾ ലൈറ്റ് ഇവിടെ ഉണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഇതൊരു ബട്ടൺ പ്രസ് ചെയ്തെന്ന് പറഞ്ഞാല് അത് പറഞ്ഞു കൊടുത്താൽ മതി. ഇനി ബെഡ് കൺട്രോൾസ്, അതായത് ഞാൻ പറഞ്ഞു ഹൈറ്റ് ക്രമീകരിക്കുന്നത്, പിന്നെ റൈസ്, അതായത് ബെഡ് ഉയർത്തുന്നത്, താഴ്ത്തുന്നത്, അങ്ങനെയുള്ള ബെഡ് കൺട്രോളിങ്. പേഷ്യന്റ് ബെഡിന്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? പേഷ്യന്റിനോട് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ഉയർത്താം, ഇങ്ങനെ താഴ്ത്താം എന്നിങ്ങനെയുള്ള വിവരങ്ങള് പേഷ്യന്റുമായിട്ട് പങ്കുവെക്കണം. ഇനി ലൈറ്റ് സ്വിച്ചസ്, അതായത് ലൈറ്റ് സ്വിച്ചസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു എന്താ പറയാ സ്വിച്ചും കാര്യങ്ങളും കേട്ടോ. എവിടെയൊക്കെയാണ് കറണ്ടിന്റെ കാര്യങ്ങൾ, അതായത് ബൾബിന്റെ സ്വിച്ച് ഇവിടെയാണ്, ഫാനിന്റെ സ്വിച്ച് ഇവിടെയാണ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ് EES കേട്ടോ. എസെൻഷ്യൽ ഇലക്ട്രിക്കൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. അതിന്റെ മിഷൻ എന്ന് പറഞ്ഞാല് എൻഷുറിംഗ് കണ്ടിന്യൂറ്റി ഓഫ് ഇലക്ട്രിക് പവർ ടു സ്പെസിഫിക് ഫങ്ഷൻസ് ആൻഡ് ഏരിയാസ് ഓഫ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അതായത് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പ്രവർത്തിക്കുന്നത് EES എന്ന് പറയുന്ന എസെൻഷ്യൽ ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ്. ഇതിലൂടെയാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് കിട്ടുന്നത്. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല?
കറണ്ട് ഒന്നും പോകാനായിട്ട് പാടുള്ളതല്ല. പറയോ എന്താ എന്താണ് ഒന്നുകൂടി പറയോ? പറയാം മോള്. EES ആണ് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സിസ്റ്റത്തിന്റെ പേര്. അവിടെ കറന്റ് ഒക്കെ വലിക്കുന്ന എസെൻഷ്യൽ ഇലക്ട്രിക്കൽ സിസ്റ്റം. എസെൻഷ്യൽ ഇലക്ട്രിക്കൽ സിസ്റ്റം. എസെൻഷ്യൽ ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ് ഫുൾ ഫോം. അതിന്റെ മിഷൻ എന്താണെന്ന് പറയാം. Ensuring continuity of electrical power. Ensuring continuity of electrical power to specific functions ensuring continuity of electrical power to specific functions and areas of a healthcare facility. And areas of a healthcare facility. Areas of a healthcare facility. അതായത് ഹോസ്പിറ്റലുകളിൽ നിരന്തരം ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിൽ നിരന്തരം ഈ ഒരു ഇലക്ട്രിക്കൽ പവർ, അതായത് ഈ വൈദ്യുതി എന്ന് പറയുന്നത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിരന്തരമായിട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ടെലിഫോൺ പോളിസി. അതായത് ഇപ്പോ നമുക്കറിയാം, അതായത് പേഷ്യന്റിന് ഫോൺ ഉപയോഗിക്കുന്നതിൽ കൺട്രോൾ ഉണ്ട് ഹോസ്പിറ്റലുകളിൽ. അത് മൊബൈലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. റൂമിലൊക്കെ അവര് നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ടെലിഫോൺ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുന്നതിന് എന്താണ് ഒരു പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില നടപടിക്രമങ്ങളുണ്ട്. ഇന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര കോൾ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പോ അത്യാവശ്യമായിട്ട് നഴ്സിംഗ് സ്റ്റേഷന്റെ നമ്പർ ഇതാണ്, ചീഫ് നഴ്സിന്റെ നമ്പർ ഇതാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഇനി TV കൺട്രോൾസ്. അതായത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ വാർഡുകളിലാണെങ്കിലും TV നമുക്ക് കാണാനായിട്ട് സാധിക്കും, പേഷ്യൻസിന് വെക്കാനായിട്ട്. അതുപോലെ റൂമുകളിലും TVകളുണ്ട്. അപ്പൊ TVകളുടെ നിയന്ത്രണങ്ങൾ, അതായത് ഇന്ന സമയത്ത് TV നമുക്ക് കാണാനായിട്ട് പാടുള്ളൂ, ഇത്ര സമയം, അല്ലെങ്കിൽ ഏത് ചാനലൊക്കെ കാണണം എന്ന് അവർ നമ്മളോട് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് TV കൺട്രോൾസിൽ വരുന്നത് കേട്ടോ. പിന്നെ മീൽ ടൈംസ്, അതായത് ഹോസ്പിറ്റലുകളിൽ ഒരു ക്രമമുണ്ട് അല്ലെ ഭക്ഷണം കഴിക്കുന്നതിന്. നമുക്ക് തോന്നിയ നേരത്തൊന്നും അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കില്ല. അവിടെ കൊണ്ടുവരുന്ന ഭക്ഷണമായാലും, ബന്ധുക്കൾ കൊണ്ടുവരുന്ന ഭക്ഷണമായാലും, അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റബിൾ സംഘടനകൾ കൊണ്ടുവരുന്ന ഭക്ഷണമായാലും അതിന് പ്രോപ്പർ ആയിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രാവിലെ 9 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് 12:30യോടുകൂടി നമ്മൾ ലഞ്ച് കഴിക്കണം. പിന്നെ ഈവനിങ് ആണെങ്കിൽ ചില ഹോസ്പിറ്റലുകളിൽ കഞ്ഞിയും മറ്റോ കൊടുക്കും. അതൊരു 7 മണി 7:30-ക്കുള്ളിൽ കൊടുക്കും. അപ്പൊ ആ ഒരു മീൽ അതായത് മീലിന്റെ ടൈംസ് എന്തായാലും നമ്മൾ പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വിസിറ്റിംഗ് അവേഴ്സ്. വിസിറ്റിംഗ് അവേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പേഷ്യൻസിന്റെ ഫാമിലിക്ക് ആയാലും പിന്നെ മറ്റ് വിസിറ്റേഴ്സിനൊക്കെ ആയാലും വിസിറ്റിംഗ് ടൈം കൊടുത്തിട്ടുണ്ട്. അവിടെ ഇത്ര ഇപ്പൊ വൈകുന്നേരം ഒരു 3 മണിക്കും 6 മണിക്കും ഉള്ളിൽ, അല്ലെങ്കിൽ രാവിലെ ഒരു 11 മണിക്കും 1 മണിക്കും ഉള്ളിലായിരിക്കും ചിലപ്പോൾ വിസിറ്റിംഗ് ടൈം ഒക്കെ കൊടുത്തിരിക്കുക. അപ്പൊ ആ ഒരു സമയത്താണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മള് പേഷ്യന്റിനെ ചെന്ന് കാണാനായിട്ട് പാടുള്ളൂ. പേഷ്യന്റിന് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്നാൽ മാത്രമേ പേഷ്യന്റ് റിലേറ്റീവ്സിനോട് പറയുള്ളൂ അല്ലെ. അതാണ് അവിടെ പറയുന്നത്. പിന്നെ ഡയറ്റ്, അതായത് പേഷ്യന്റ് ഡയറ്റ് കാര്യങ്ങൾ. ഇപ്പോ എന്തെങ്കിലും പ്രത്യേക ഇപ്പൊ ഡയബറ്റിക്സ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് പ്രത്യേക ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് എന്ത് ചെയ്യണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് പാടില്ല, അങ്ങനെയുള്ള കാര്യം. ഇനി സേഫ്റ്റി മെഷേഴ്സ്, സൈഡ് റെയിൽസ്. അതായത് സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ സേഫ്റ്റി മെഷർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ടൈം ഫോർ ഡോക്ടേഴ്സ് വിസിറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, അതിനെ കുറിച്ചിട്ട് പേഷ്യന്റിന് നമ്മള് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോ ഡോക്ടർ വരുന്ന സമയത്താണ് പേഷ്യന്റ് വാഷ്റൂമിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ
ഡോക്ടർക്ക് പേഷ്യന്റിനെ നോക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. പിന്നെ ഡോക്ടർ വരുമ്പോ പിന്നെ പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ആവും. അപ്പൊ അത്രയും നേരം കൺസൾട്ട് ചെയ്യാതിരിക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം, ഡോക്ടർ വരുന്നത് ഈ സമയത്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇനി വാട്ട് ടെസ്റ്റ് ആർ ഷെഡ്യൂൾ, എന്തൊക്കെ ടെസ്റ്റുകളാണോ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ടെസ്റ്റുകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോ പല പേഷ്യൻസിന് പല രോഗങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള കേസ് ആകുമ്പോൾ എന്താണ് പല ടെസ്റ്റുകളും ചെയ്യേണ്ടത്. ഇപ്പൊ ഒരാൾക്ക് MRI ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് എക്സ്റേ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഓരോ പേഷ്യൻസിന് എന്തൊക്കെ ടെസ്റ്റ് ആണോ പ്രിഫർ ചെയ്തിരിക്കുന്നത് അത് അവരെ ബോധവാന്മാരാക്കും. കേട്ടോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായി. യാതൊരു ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു, പിന്നെ വേറെ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒന്ന് മെഡിക്കൽ ഓർഡേഴ്സ്. ഇപ്പൊ എന്തൊക്കെ ഇതാണ് ഡോക്ടർ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയാക്കുന്നത്, എന്തൊക്കെ ഇപ്പോ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടോ, അപ്പൊ എന്തൊക്കെയാണെന്ന് അതൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ട്രീറ്റ്മെന്റ്, പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ഏതൊക്കെ ട്രീറ്റ്മെന്റ് ആണ് പേഷ്യന്റിന് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ലാബ് റിസൾട്ട്, ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ടെസ്റ്റുകള്, അതായത് ഇപ്പോ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഡെയിലി എന്ത് ചെയ്യണം, ഇൻസുലിനും അങ്ങനെയുള്ള കാര്യങ്ങള്, നമ്മുടെ ഷുഗർ ഒക്കെ നമ്മൾ ഏത് സമയം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എല്ലാ ദിവസമൊക്കെ, അങ്ങനെയുള്ളത്. പിന്നെ ഡയറ്റ്, ആക്ടിവിറ്റി, അവർക്ക് ഓരോ പേഷ്യൻസിനും പ്രത്യേകം ഡയറ്റും ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മള് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. Preliminary observation of patient. The first few moments with the patient, facial expression with the denote his emotional reactions and the presence of pain, fatigue. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ അവരുടെ മുഖത്ത് നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്, ഭയങ്കര പേടിയായിരിക്കും അല്ലെ. അവർക്ക് ഭയങ്കര വേദന ഉണ്ടാകാം, പെയിൻ ഉണ്ടാകാം. അവർ ഭയങ്കര പേടിച്ചിട്ടായിരിക്കും ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മള് ഒരു വരുന്ന പേഷ്യൻസ് ആരൊക്കെയാണ് അവരൊക്കെ എന്ത് ചെയ്യണം, നമ്മള് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യണം, അവരൊന്ന് ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തത്, എനി ഡിസ്ക്ലോറേഷൻ ഓഫ് സ്കിൻ സച്ച് ആസ് ജോണ്ടിസ്, സൈനോസിസ്, ഫേഷ്യൽ പാരാലിസിസ് ഷുഡ് ബി നോട്ടഡ്. Further observations can be made given care to the client. Okay, അതായത് എന്തെങ്കിലും ഒരു ഇപ്പോ സ്കിന്നിന് എന്തെങ്കിലും വ്യത്യാസം വന്നാലോ, ഇപ്പൊ മഞ്ഞപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാലോ സ്കിന്നിന്, പിന്നെന്താണ് സൈനോസിസ്, പിന്നെന്താണ് ഫേഷ്യൽ പാരാലിസിസ്, അതായത് മുഖത്ത് എന്തെങ്കിലും നമുക്ക് എന്താണ് പക്ഷാഘാതം പോലെയുള്ള അങ്ങനെയുള്ള മുഖം കോടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റണം, നോട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അതിനനുസരിച്ച് നമുക്ക് ഒബ്സർവ് ചെയ്യണം പേഷ്യൻസിനെ. ഇപ്പോ ഒരു പേഷ്യന്റ് ഫസ്റ്റ് നമ്മൾ വന്നു കഴിയുമ്പോഴെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ആ പേഷ്യന്റിനെ നോക്കിയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ചാർട്ടിംഗ് ആണ്. റെക്കോർഡ് ഓൾ ബേസിക് ഇൻഫോർമേഷൻ ഇൻ പേഷ്യന്റ് റെക്കോർഡ്, അതായത് പേഷ്യന്റിന്റെ എല്ലാ തരത്തിലുമുള്ള വിവരങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, അതായത് ഇപ്പൊ പേഷ്യന്റിന്റെ നെയിം, അഡ്രസ്, ഏജ്, അങ്ങനെയുള്ള കാര്യങ്ങള്. ഇനി രണ്ടാമത്തത് ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്. അഡ്മിഷൻ ഡേറ്റ് എന്നാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ ടൈം, പേഷ്യൻസ് ഡീറ്റെയിൽ, അതായത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മള് പേഷ്യൻസിനെ എന്ത് ചെയ്യണം, നമ്മള് അവരുടെ ടൈമിനെ കുറിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ എന്താണ് അവര് എന്നാണോ അഡ്മിറ്റ് ചെയ്ത ആ ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ അഡ്മിറ്റ് ചെയ്ത ഒരു ടൈം ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് റെക്കോർഡ് ചെയ്തിരിക്കണം. പിന്നെ കംപ്ലൈന്റ്സ്, എന്തെങ്കിലും കംപ്ലൈന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. പിന്നെ പേഷ്യന്റിന് ഇപ്പൊ എന്തെങ്കിലും ഫുഡിന് അലർജി ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്താണ് ഡ്രഗ്സ് മരുന്നുകൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിലോ, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നോട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തേത് record in admission register, treatment book, report book, medical legal case, register update, bond, census and nurses notes. പിന്നെ എന്താണ്, അതായത് നമ്മൾ അഡ്മിഷൻ രജിസ്റ്ററിൽ എന്തൊക്കെയാണ്, അതായത് ട്രീറ്റ്മെന്റ്, ഈ അഡ്മിഷൻ രജിസ്റ്ററിൽ ഉണ്ടായിരിക്കുന്നത് ട്രീറ്റ്മെന്റ് ബുക്ക് വേണം,
പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് ബുക്ക്, റിപ്പോർട്ട് ബുക്ക്, പിന്നെ MLC ആണെങ്കിൽ അതിന്റെ രജിസ്റ്റർ, അതൊക്കെ എന്ത് ചെയ്യണം നമ്മള് വാർഡ് സെൻസർ, അതായത് വാർഡിലെ ആളുകളുടെ എണ്ണം എത്രയാണോ അത്രയും തരത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ വേണം. ഓരോ പേഷ്യന്റിനും ട്രീറ്റ്മെന്റ് ബുക്ക് വേണം, റിപ്പോർട്ട് ബുക്ക് വേണം, മെഡിക്കൽ ലീഗൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ഇനി 4ാമത്തെ പോയിന്റ്, ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂവിംഗ് സിസ്റ്റം. അതായത് നമ്മൾ ഓരോ പേഷ്യൻസിനും എന്ത് നടത്തിയിരിക്കണം? ഫിസിക്കൽ അസസ്മെന്റ് നടത്തിയിരിക്കണം. ഫിസിക്കൽ ആയിട്ടുള്ള അസസ്മെന്റ്, അവരുടെ ഓരോരോ പരിശോധനകളൊക്കെ നമ്മൾ നടത്തിയിരിക്കണം. പിന്നെ പേഷ്യൻസ് കംഫർട്ട്, നമ്മളെ പേഷ്യൻസിന്റെ കംഫർട്ട് നോക്കണം. അതായത് അവർ നല്ല ഇതിലുള്ള കംഫർട്ട് ആയിട്ടാണ് ഇരിക്കുന്നത്, നമ്മുടെ ശുശ്രൂഷയിൽ നമ്മുടെ ട്രീറ്റ്മെന്റിൽ അവർക്ക് നല്ല ഇതുണ്ടോ, റിലീഫ് കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. പിന്നെ കളക്ട് ഇൻഫോർമേഷൻ ഫോർ ഡാറ്റാബേസ്, ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ നമ്മൾ കളക്ട് ചെയ്യണം. പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ്, പേഷ്യന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കളക്ട് ചെയ്തിരിക്കണം. ഇനി ഒബ്റ്റെയിൻ ഫിസിഷ്യൻ ഓർഡർ ഫോർ ദ ലാബ് ടെസ്റ്റ്, മെഡിക്കൽ ആക്ടിവിറ്റി. അതുപോലെ തന്നെ എന്താണ്? ഫിസിക്കൽ ഓർഡർ കേട്ടോ. അതായത് ഫിസിക്കൽ ഓർഡർ എന്ത് ചെയ്യണം? നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. അതായത് ഇപ്പോ ഡോക്ടർ ഇപ്പോ ലാബ് ടെസ്റ്റുകൾക്ക് എഴുതിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിന് നമ്മൾക്ക് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യണം, എടുക്കണം. അതായത് ഇപ്പൊ ഫിസിഷ്യൻ ഓർഡർ ചെയ്തിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കണം. ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റുകൾ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അത് എത്രയും പെട്ടെന്ന് റിസൾട്ടുകൾ എത്തിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എഴുതി കൊടുത്തിപ്പോ ഡോക്ടർ എന്താണ് നഴ്സിനെ നേരിട്ടാണ് എഴുതി കൊടുക്കുന്നത്, ഇങ്ങനെ എന്താണ് പേഷ്യന്റിന് എഴുതി കൊടുക്കാനായിട്ട് പറയും. പുറത്തേക്ക് ടെസ്റ്റുകളൊക്കെ ആണെങ്കിൽ ആ പേഷ്യന്റിന് ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് എഴുതി കൊടുക്കുന്നതൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നഴ്സ് തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പറഞ്ഞ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വായിച്ചേ തുടങ്ങി. ട്രാൻസ്പോർട്ടിങ് വെറുതെ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്താൽ മതി കേട്ടോ. വായിക്കുന്നുണ്ടോ? പറഞ്ഞ കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ഇല്ലല്ലോ. വായിച്ചു. എടുത്ത് കഴിഞ്ഞ മോളെ? ഇതിലാ ഓറിയന്റ് പേഷ്യന്റിലെ സേഫ്റ്റി മെഷേഴ്സ് ഇല്ലേ? ഓറിയന്റ് പേഷ്യന്റിലെ സേഫ്റ്റി മെഷേഴ്സ്. അതെ അതെ, ഹോസ്പിറ്റലിലെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ടാവൂല്ലേ എന്തെങ്കിലും അപകടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ? എന്റെ സൈഡ് റെയിൽസ് പറഞ്ഞു. സൈഡ് റെയിൽസ് അത് തന്നെയാ മോളെ, ആ ഒരു ഇതിലാ പറയുന്നത് കേട്ടോ. സേഫ്റ്റി മെഷേഴ്സ് സൈഡ് റെയിൽസ് ഒരുമിച്ച് പറയുന്നതാണ് കേട്ടോ, സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല.
ഇതൊക്കെ വായിച്ചില്ലേ? ചാർട്ടിംഗ് ഒക്കെ വായിച്ചോ? ഓക്കെ, അതടുത്ത് പറഞ്ഞോട്ടെ ഞാൻ. ഇനി നോക്കിയേ, ഫോളോ ഓർഡേഴ്സ് ബൈ ദ കൺസൾട്ടന്റ്. If any tests are prescribed by doctor, the nurse must make arrangements to carry out other procedures prescribed by doctor if any. അതായത് എന്തെങ്കിലും ഒരു ടെസ്റ്റുകളും കാര്യങ്ങളും ഡോക്ടർ എഴുതുകയാണെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ്, ഇപ്പൊ രോഗിക്ക് ബ്ലഡ് ടെസ്റ്റിന് എഴുതിയെന്ന് വിചാരിക്കുക ഡോക്ടർ. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നത് ഈ ഒരു നഴ്സ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അതിനുള്ള ഉത്തരവാദിത്ത അറേഞ്ച്മെന്റുകൾ ചെയ്യുക. ഇനി അടുത്തൊരു പോയിന്റ്, കെയർ ഓഫ് വാല്യുബിൾസ് ആൻഡ് ക്ലോത്തിങ്. If patient is wearing hospital dress, patient's clothes should be handed over to relatives. In case of absence of relatives, clothing numbered, labeled, and kept in store until such time it is handed over to relatives. Encourage the client to send the jewelry, money, and other valuables such as watch to home with the relatives. Make him understand if he keeps something with himself, it is on his own. Okay, അതായത് നമ്മള് വാല്യുബിൾസ് ആയിട്ടുള്ള, അതായത് ഇപ്പൊ പേഷ്യന്റ് സൈഡിൽ നിന്ന് എന്താണ് അവർക്ക് എന്താണ് വാല്യുബിൾ ആയിട്ടുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പേഷ്യന്റ് ഇപ്പോഴെന്താണ് അയാളുടെ ഡ്രസ്സ് തന്നെയാണ് പേഷ്യന്റ് ഹോസ്പിറ്റൽ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ പേഷ്യന്റ് എന്ത് ചെയ്യാം, പേഷ്യന്റിന്റെ ഡ്രസ്സ് എന്ത് ചെയ്യാം, ഹാൻഡ് ഓവർ ചെയ്യാം, ഒന്നില്ലെങ്കിൽ റിലേറ്റീവിന് ഹാൻഡ് ഓവർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ ആയിരിക്കാണ്, ഞാനിപ്പോ എന്താണ് അവിടുത്തെ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോ അവിടുത്തെ ഡ്രസ്സ് ധരിക്കുമ്പോൾ എന്താണ്, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, എന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സ്, അതെന്ത് ചെയ്യണം, ഞാൻ റിലേറ്റീവ്സിന് ഹാൻഡ് ഓവർ ചെയ്യണം. ഇനി റിലേറ്റീവ്സ് ഇല്ലാത്ത പേഷ്യന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അതായത് എന്റെ ഡ്രസ്സ് റിലേറ്റീവിന് കൊടുക്കാനായിട്ട് റിലേറ്റീവ്സ് ഇല്ല എനിക്ക്, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ധരിച്ചിരുന്ന ഡ്രസ്സ് എന്ത് ചെയ്യണം, അത് ഹോസ്പിറ്റലില് നമ്പർ ചെയ്ത് ലേബൽ ചെയ്ത് സ്റ്റോർ റൂമില് കീപ്പ് ചെയ്യണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ അപർണ? ഇനി ഇവിടെ പറയുന്നത് ഹോസ്പിറ്റൽസ് എപ്പോഴും പറയുന്നത് എന്താ, അതായത് ക്ലയന്റിനോട് അവർ പറയുന്നത് നിങ്ങളുടെ ജ്വല്ലറി അല്ലെങ്കിൽ മണി, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളോ അല്ലെങ്കിൽ മണിയോ എന്താണ്, അല്ലെങ്കിൽ അതർ വാല്യുബിൾസ്, ഇപ്പൊ വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ വീട്ടിലേക്ക് കൊടുത്തയക്കുന്നേ അവർ പറയാറുള്ളൂ. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പോ അങ്ങനെ കൊടുത്തയക്കാനായിട്ട് ചില പേഷ്യൻസ് തയ്യാറാവില്ല, ചില ഭൂരിഭാഗം മെജോറിറ്റി ആളുകൾ എന്ത് ചെയ്യും, അത് കൊടുത്തയക്കാനുണ്ടാവും അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുന്നത് റിസ്ക് ആണല്ലോ, ആഭരണങ്ങളും ക്യാഷും ഒക്കെ. അങ്ങനെ കൊടുത്തയക്കാത്ത പേഷ്യൻസിനോട് അവർ പറയും നിങ്ങളുടെ റിസ്കില് അത് സൂക്ഷിക്കാനായിട്ട് പറയും. ക്ലോത്ത് അല്ല കേട്ടോ, ക്ലോത്ത് ആണെങ്കിൽ എന്ത് ചെയ്യും, ഹോസ്പിറ്റലുകാർ ലേബിൾ ചെയ്ത് നമ്പർ ചെയ്ത് സൂക്ഷിക്കും. പക്ഷെ ഓർണമെന്റ്സ് അതുപോലെ ക്യാഷ് ഒക്കെ ആണെങ്കിൽ അവര് സൂക്ഷിക്കില്ല. അവര് പറയും പേഷ്യന്റിന്റെ റിസ്കില് അത് സൂക്ഷിക്കാനായിട്ടേ അവര് പറയുള്ളൂ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ്, അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അഡ്മിഷൻ അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതായത് അഡ്മിറ്റ് ആയിട്ട്, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ചില പേഷ്യൻസ് ഉണ്ട് നമ്മുടെ വാർഡിലേക്ക്. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതായത് ആദ്യത്തെ പോയിന്റ്, when they get confirmation that a patient has arrived with an emergency to the hospital campus, the first thing they do is they give call to ward boys, അതായത് and their patient attendants to shift the patient from ambulance to stretcher. ആദ്യം തന്നെ രോഗിയെ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താണ്, ഒരു അലാറം അവിടെ ഉണ്ടാവും. അതായത് എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റ് വരികയാണ്, എല്ലാവരും എന്ത് ചെയ്യണം, അല്ലെ നമ്മള് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏതാ ഞാൻ പറഞ്ഞ കോഡ് ഫ്ലൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം. അതായത് നമ്മളൊരു അലാം പോലെയാണ്, അതായത് സിഗ്നൽ കൊടുക്കുകയാണ്, ഒരു പേഷ്യന്റിനെ എമർജൻസി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും വരാനായിട്ട് നമ്മൾ ഇത് കൊടുക്കും. അപ്പൊ വാർഡ് ബോയ് ഒക്കെ ആദ്യം ഓടി വന്നിട്ട് എന്ത് ചെയ്യും, പേഷ്യന്റിനെ സ്ട്രെച്ചറില് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും. ഇനി അവിടെ നിന്ന് ഗിവ് എ കോൾ ടു മെഡിക്കൽ ഓഫീസർ, ഡോക്ടറിനെ നമ്മൾ വിവരം അറിയിക്കും. എമർജൻസി ആയിട്ട് പേഷ്യന്റ് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം,
അതായത് ഏതാണോ എമർജൻസിയിലുള്ള ഡോക്ടേഴ്സ് അവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇത് കൊടുക്കും അല്ലെ, അതായത് മെഡിക്കൽ ഇത് കോള് കൊടുക്കും വരാനായിട്ട് പറഞ്ഞിട്ട്. ഇനി after the medical officer examines the patient, they ask him as to where they have to shift a patient. ഇനി എന്താണ്, മെഡിക്കൽ ഓഫീസർ പേഷ്യന്റിനെ എക്സാമിൻ ചെയ്ത ശേഷം എന്ത് ചെയ്യും, they ask him as to where they have to shift a patient. അതായത് ചോദിക്കും എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും കണ്ടീഷൻ അനുസരിച്ച് കേട്ടോ. Generally, they shift the patient to the ICU, and after patient becomes stable, only then shift the patient to the concerned ward. Generally, എന്താ ചെയ്യാ, നമ്മള് ICUയിലേക്കായിരിക്കും പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പേഷ്യന്റ് വരുന്നതെങ്കിൽ മിക്കവാറും ഡോക്ടേഴ്സ് ICUയിലേക്കായിരിക്കും പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ ICUയിലേക്ക് അല്ലെങ്കിൽ ആ രോഗിയുടെ സിവിയറിറ്റി അനുസരിച്ച്, രോഗത്തിന്റെ കണ്ടീഷൻ അനുസരിച്ച് ആ രോഗത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചികിത്സയ്ക്ക് അവിടെ വരുന്നതെങ്കിൽ പൾമോണോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആളെ കൊണ്ടുപോവുക. ഓക്കെ. ഇനി വൃക്കയുമായി ബന്ധപ്പെട്ടിട്ടാണ് അസുഖം വരുന്നതെങ്കിൽ, ഡയാലിസിസ് ഒക്കെ അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നെഫ്രോയിലേക്കായിരിക്കും കൊണ്ടുപോവുക. അപ്പൊ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബന്ധപ്പെട്ട വാർഡിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഇനി നെക്സ്റ്റ്, ആഫ്റ്റർ കൗൺസിലിംഗ് വിത്ത് ദ കൺസൾട്ടൻസ് ആൻഡ് പെർമിഷൻ ഓഫ് ദ സെയിം ഡേ ടു രജിസ്ട്രേഷൻ പേഷ്യൻസ് ഇൻ IPD രജിസ്റ്റർ ആൻഡ് ഇൻ ദെയർ സോഫ്റ്റ്വെയർ ടു. അതായത് പേഷ്യന്റിനെ കൗൺസിൽ ചെയ്തതിന് ശേഷം എന്താ ചെയ്യുന്നത്, പേഷ്യന്റിനെ IPDയിലേക്ക് കൊണ്ടുപോകും, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ട് പേഷ്യന്റ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നു. Fill the patient consent from and after telling the purpose and the meaning of the form, get it signed by the patient relatives. അതിനുശേഷം പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് കൺസെന്റ് ഫോം സൈൻ ചെയ്ത് വാങ്ങുന്നു. പേഷ്യന്റ് റിലേറ്റീവ്സ് ആണ് ഇത് ചെയ്യുന്നേ. ഓക്കെ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇവിടെ കിടത്തിയിരിക്കുന്നത്, ഇനി കിടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കോ, അപ്പൊ എന്താണ്, ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, പേഷ്യന്റെ കയ്യിൽ നിന്ന് കൺസെന്റ് ഫോം സൈൻ ചെയ്ത് സൂക്ഷിക്കും. ഏഴാമത്തേത്, സെൻഡ് ദ ഫയൽ ഓഫ് പേഷ്യന്റ് ടു ദ കറസ്പോണ്ടിങ് വാർഡ് വെയർ ദ മെഡിക്കൽ ഓഫീസർ ഹാസ് ആസ്ക്ഡ് ദ പേഷ്യന്റ് ടു ബി ഷിഫ്റ്റഡ്. ഇനി രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടന്നു. ഇൻപേഷ്യന്റിലുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ഫയല് നേരിട്ട് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും. എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് ഇയാളുടെ ഫയല് പോകും. ഓക്കെ. ലാസ്റ്റ് വൺ, കൺഫേമിംഗ് ദാറ്റ് ദ ഫയൽ ഓഫ് പേഷ്യന്റ് ഈസ് റിസീവ്ഡ് ബൈ MO ഓഫ് ദ കറസ്പോണ്ടിങ് വാർഡ്. പിന്നെ അയാളുടെ ഫയലുകളും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യുന്നത് ആ ഒരു വാർഡിലെ മെഡിക്കൽ ഓഫീസർ ആണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പേഷ്യന്റിനെ കൊണ്ടുവരുവാണെങ്കിലാണ് ഇങ്ങനെയുള്ള ഒരു പ്രൊസീജിയേഴ്സ് ഇവിടെ നടത്തുന്നത് കേട്ടോ. മെഡിക്കൽ ഓഫീസറൊക്കെ ഫയല് റിസീവ് ചെയ്യുന്നത്. ഓക്കെ. അപർണയ്ക്ക് മനസ്സിലായോ? അപ്പൊ അതൊന്ന് വായിക്കട്ടോ. 8th പോയിന്റ് തുടങ്ങി ഒന്ന് വായിക്കട്ടോ.
ഓക്കെ മോളെ, ഇന്നലെ TPയുടെ ഫുൾ ഫോം ചോദിച്ചായിരുന്നില്ലേ? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് കേട്ടോ. അതായത് ഇൻഷുറൻസിന്റെ ഡെസ്കിൽ ഇരിക്കുന്ന ഒരാളാണ്, അത് ഇൻഷുറൻസിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. തേർഡ് പാർട്ടി അതൊന്ന് എഴുതിയെടുത്തോളൂ, ഞാൻ പറഞ്ഞുതരാം വിശദമായിട്ട്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ TPA, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. അതായത് നമ്മളിപ്പോ എന്താണ്, നമുക്കിപ്പോ ഇൻഷുറൻസ് ഉണ്ട്, ക്യാഷ് അടയ്ക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഇൻഷുറൻസ് ഡെസ്കിൽ നമ്മൾ ചെന്ന് പറഞ്ഞാൽ മതി അല്ലെ. ഓക്കെ, അപ്പോ എല്ലാ ഹോസ്പിറ്റലുകളിലും എന്തുണ്ട്, ഇൻഷുറൻസ് ഡെസ്കുകളുണ്ട്. അവിടെ ഇൻഷുറൻസ് കമ്പനിക്കാരുടെ റെപ്രസെന്റേറ്റീവ്സ് അവിടെ വന്നിരിക്കും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ. ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ഓക്കെ, ഓരോ ഹോസ്പിറ്റലുകളിലും അങ്ങനെയുള്ള ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ചെന്ന് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അവരാണ് നമ്മുടെ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യും. ഇപ്പൊ മനസ്സിലായോ ആരാണെന്ന്? ഇനി ഈ ഒരു ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടോ ഈ ഒരു ചാപ്റ്ററില്? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? മനസ്സിലായല്ലേ? ഓക്കെ, അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നോക്കി വെക്കണം. ഓക്കെ, പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നോക്കി വെക്കണം. അഡ്മിഷൻ എന്താണെന്ന് നമ്മൾ നോക്കി വെക്കണം. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് അഡ്മിഷൻ എന്താണ്, എമർജൻസി അഡ്മിഷൻ ഉണ്ട്, റൂട്ടീൻ അഡ്മിഷൻ ഉണ്ട്, പിന്നെ അഡ്മിഷൻ പ്രൊസീജിയർ അതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണ് ഓറിയന്റ് പേഷ്യന്റിൽ എന്തൊക്കെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അഡ്മിഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് നോക്കി. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ കേട്ടോ. മനസ്സിലായി അല്ലെ? അപ്പൊ മനസ്സിലായെന്ന് പറഞ്ഞിരിക്കരുത്, എല്ലാം വായിക്കണം കേട്ടോ. എല്ലാം വായിക്കണം, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും കേട്ടോ. ഓക്കെ, ഓക്കെ, നമുക്കത് മൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, വായിച്ചിട്ട് വരാം കേട്ടോ, നന്നായിട്ട് വായിച്ചിട്ട് വരാം. താങ്ക് യു.